ഒന്ന് പഠിപ്പിച്ചു തരും. എങ്ങനത്തെ ഡ്രസ്സാണ് എന്റെ ഭാവി വധുവിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പഠിപ്പിച്ചു തരും. ഇത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്നെ ഒന്ന് പഠിപ്പിച്ചതാ. എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അനു ഒന്ന് 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 പഠിപ്പിച്ച ഏതാണ് എന്റെ ഭാവി വധുവിന് സജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇന്ന് തിരുവനന്തപുരത്ത് അനീഷ് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കിട്ട് നല്ലൊരു പണി കൊടുത്തെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അനുമോള് പോലും ഒട്ടും പ്രതീക്ഷ കാണുന്നില്ല അനീഷിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന്. അതായത് എൻ്റെ ഭാവി വധുവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു ഡ്രസ്സ് അനുമോള് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനീഷിന്റെ ആ ഒരു തരത്തിലുള്ള പറച്ചില് അനുമോൾ ആദ്യം ഒന്നിങ്ങനെ നിന്നുപോയത്. അത് ശരിക്കും പറഞ്ഞാൽ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. അനുമോളെടുത്ത് അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആദ്യം ഒന്ന് അന്താളിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥ. എന്തായാലും അനുമോൾ പിന്നെ ആ ഒരു സന്ദർഭത്തിനോട് അങ്ങ് യോജിച്ചങ്ങ് അനുമോൾ ശരിക്കും പറഞ്ഞാൽ അനീഷ് അങ്ങ് സ്കോർ ചെയ്യായിരുന്നു ഇന്ന് ഉദ്ഘാടനത്തിൽ. അതും അനുമോളുടെ നാട്ടിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ശരിക്കും ഇന്ന് സ്കോർ ചെയ്തത് അനീഷാണ് എന്നത് എടുത്തു പറയേണ്ടി വരും. അത് ഈ പറയുന്ന ഡാൻസ് അതോടൊപ്പം തന്നെ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അനീഷ് അങ്ങ് തട്ടിക്കേറി അങ്ങ് പോകുമായിരുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അനീഷിനോടുള്ള ചോദ്യം, അനീഷിനെ അനുമോളെ ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം, അതായത് ഇവർ ഒരുമിച്ച് കിട്ടിയതല്ലേ, അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? കല്യാണം എപ്പോഴാണ് ഇവിടെ ഈ ചോദിക്കുന്നവന്മാർക്ക് ഉളുപ്പില്ലേ ശരിക്കും പറഞ്ഞാൽ? ഇത് എത്ര വട്ടം ഇതിനെ കുറിച്ച് പറയണം? വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ആ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കല്യാണം എപ്പോഴാണ്? അനീഷ് നല്ല കൃത്യവും വ്യക്തമായിട്ടുള്ള മറുപടി അതിന് കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും അനുമോളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ആ സംഭവം അങ്ങ് അനീഷ് പറഞ്ഞു. അതായത് അനീഷ് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഏഷ്യാനെറ്റിനോട് ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് വ്യക്തമായിട്ട് ലൈൻ കട്ട് എന്നുള്ളത്. അത് തന്നെ ഇന്ന് വ്യക്തമായിട്ട് അനുമോളെ തൊട്ട് മുന്നിലിരുത്തിക്കൊണ്ട് അനീഷ് കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞ് ലൈൻ കട്ട് എന്നുള്ളത്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളത് അനീഷ് വ്യക്തമാക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അനുമോള് അതിരുന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ആ ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം അനീഷ് അത് പറയുമ്പോഴേക്കും അനുമോളുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ ശരിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് അനീഷ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. കാരണം കുറേ ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും ഇവർ തമ്മിൽ ഒന്നിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും പ്രപ്പോസ് ചെയ്യുമോ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ആലോചിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇവന്മാർക്ക് വേറെ പണിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം ആ വിഷയം തീർന്ന് അതോടുകൂടി ഈ പറയുന്ന അനീഷ് അത് ക്ലോസ് ചെയ്തു. എന്നിട്ടും വീണ്ടും വീണ്ടും വരുന്നിടത്തെല്ലാം തന്നെ ഇങ്ങനെ ഈ ഒരു ചോദ്യം മാത്രമേ ഇവന്മാർക്ക് ചോദിക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അനുമോളും കൂടെ ഉള്ളതുകൊണ്ട് ആ ചോദ്യം അങ്ങ് വീണ്ടും എടുത്തിടുകയായിരുന്നു. ഇതിന്റെ ഉത്തരം പലപ്പോഴായിട്ട് ഈ മീഡിയക്കാരുടെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ഇവനൊന്നും മതിയായില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഇന്ന് അതിന് കൃത്യവും വ്യക്തമായിട്ട് അനുമോളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു മറുപടി, അതായത് അവിടെ നിന്നുകൊണ്ട് ബബ്ബ അടിക്കാതെ നല്ല കൃത്യവും വ്യക്തമായിട്ട് നല്ല മറുപടി എന്തായാലും അനീഷ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനുമോളുടെ നാട്ടിൽ വന്ന് ഇന്ന് അനീഷ് നല്ല രീതിക്ക് ചെത്തി അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉദ്ഘാടനത്തിന് എനിക്ക് തോന്നുന്നു സ്കോർ ചെയ്യുന്നത് അനീഷാണെന്ന് തോന്നുന്നത്. കാരണം ഇപ്പോൾ അനുമോളും അനീഷും കൂടെ ഒരുമിച്ച് വന്നിട്ടും അനീഷ് ശരിക്കും പറഞ്ഞാൽ ഹൈലൈറ്റ് ആയിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതും അനുമോളുടെ നാട്ടിൽ വന്നിട്ട് നല്ല രീതിക്ക് അനീഷ് ഇപ്പോൾ വീഡിയോസ് നമുക്ക് കാണുമ്പോൾ സോഷ്യൽ മീഡിയസ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുമ്പോൾ തന്നെ അനീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് അനുമോൾ എന്ന് പറഞ്ഞാൽ ഇതിന് എക്സ്പോർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഉദ്ഘാടനത്തിനൊക്കെ പോയി എല്ലാം. പക്ഷേ അനീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ടും അനീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയാണെന്ന് എടുത്ത് പറയണം. ശരിക്കും കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഉദ്ഘാടന ചടങ്ങ് പരിപാടികളൊക്കെ തന്നെ. എന്തായാലും അനുമോളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഭാവി വധുവിന്റെ കാര്യവും ഭാവി വധുവിന് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു തുണിയുടെ കാര്യവും ഒക്കെ തന്നെ അനുമോളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു അനീഷ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അനീഷ് കംപ്ലീറ്റ് ആയിട്ട് അനുമോളെ ആ ഒരു തരത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അത് ഈ ചോദ്യത്തിന് പോലും അനീഷ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, ലൈൻ കട്ട് എന്നുള്ള തരത്തിൽ. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇമ്മാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് ചെല്ലാതിരിക്കുക. കാരണം സ്റ്റോപ്പ് ചെയ്തു, അത് അവസാനിപ്പിച്ചു. വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടിട്ട് എന്ത് കിട്ടാനാണ്? ജനങ്ങൾക്ക് ബോധ്യമായി അനുമോൾ ഇനി എന്ത് കാര്യം പറയുമോ, എന്ത് ഇനി വെളുപ്പിക്കാൻ നോക്കുമോ, അത് വേറൊരു വശം. പക്ഷെ അനീഷ് ആ ഒരു വിഷയമേ സ്റ്റോപ്പ് ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി ദയവ് ചെയ്ത് ഇമ്മാതിരിയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവരുടെ അണ്ണാക്കിലോട്ട് ചെല്ലാതിരിക്കുക.